നമ്മുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയും സ്വാധീനിക്കാനിടയുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പാർട്ടിയെ ജാഗ്രതയോടെ വീക്ഷിക്കാൻ പാർട്ടി അണികൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഈ തെറ്റ് തിരുത്തിക്കാൻ കഴിയൂ എന്നതാണ് ഈ 3 തെറ്റ് തിരുത്തൽ രേഖയിലൂടെയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടത് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തലവാചകം, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലവാചകം ഞാൻ ഈ പുസ്തകത്തിൽ കൊടുക്കാൻ തയ്യാറായത്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിമർശന സ്വയം വിമർശനം അതിന്റെ ജീവവായുവാണ്. അതില്ലാതായാൽ പിന്നെ ഈ പാർട്ടിയില്ല. പക്ഷെ ഇന്ന് ഈ പാർട്ടിക്കകത്ത് വിമർശനമുന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് പലരും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും. ഇപ്പൊ താഴെ ബ്രാഞ്ച് തലത്തിൽ തന്നെ സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ചു പുലർത്തുകയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ലല്ലോ. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി കീഴ റിപ്പോർട്ട് ചെയ്തത് വിമർശനവും സ്വയം വിമർശനവും ശക്തിപ്പെടുത്തണം എന്നതാണ്. പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രയോജനമില്ലല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്തേ ഉണ്ടായുള്ളൂ? സാമ്പത്തികമാണ്. ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമ്പാദിക്കാത്ത പാർട്ടിയാണ് CPM എന്നും അതുകൊണ്ടാണ് CPM-നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നും നമ്മളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ?